സർ, ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമാവുകയാണ്. പക്ഷേ ഇത് ഇന്ത്യക്ക് ഒരു സുവർണാവസരമാണ്. അതെങ്ങനെ മുതലെടുത്തുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇന്ത്യക്ക് ചെയ്യാൻ കഴിയും? ഈ സ്ട്രാറ്റജിക് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻസ് പ്രൊഫസർ, അതായത് യുദ്ധകാര്യങ്ങളും നയതന്ത്ര ബന്ധങ്ങളൊക്കെ പഠിപ്പിക്കുന്ന പ്രൊഫസർ മേജർ ജനറൽ, പട്ടാളത്തിൽ മേജർ ജനറലും ആയിരുന്ന ആളാണ്, മേജർ ജനറൽ ജി ദ്വിവേദി. അദ്ദേഹം എഴുതിയിരുന്ന ഒരു ലേഖനം കഴിഞ്ഞ ദിവസം വായിച്ചു. അദ്ദേഹം അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ലേഖനത്തിൽ തന്നെ എഴുതിയ ഒരു ഇംഗ്ലീഷ് വാചകം ഞാൻ വായിക്കാം. ഇന്ത്യ ഈസ് എക്സ്പെക്റ്റഡ് ടു ഡെലിവർ ആൻ ഓവർവെൽമിംഗ് മിലിറ്ററി റെസ്പോൺസ് അറ്റ് ദി ടൈം ആൻഡ് പ്ലേസ് ഓഫ് ഇറ്റ്സ് ഓൺ ചൂസിങ് ടു സെൻഡ് എ സ്ട്രോങ് മെസ്സേജ് ടു പാകിസ്ഥാൻ. നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യക്ക് ഒരു കനത്ത സൈനിക നടപടി ഇപ്പോൾ ചെയ്യാം. ഇന്ത്യ തന്നെ തിരഞ്ഞെടുക്കുന്ന സമയത്ത്, ഇന്ത്യ തന്നെ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് എന്നാണ്. അപ്പോൾ പാകിസ്ഥാനിൽ ഏത് കേന്ദ്രത്തിൽ എപ്പോൾ ആക്രമിക്കണം, അത് എങ്ങനെ അവിടെ കനത്ത ആക്രമണം നടത്തണം എന്ന് അതാണ് ഇന്ത്യയിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യക്ക് അതിൻ്റെ സമയവും കേന്ദ്രവും ഒക്കെ തിരഞ്ഞെടുക്കാം. കനത്തതായിരിക്കണം ആക്രമണം. ടു സെൻഡ് എ സ്ട്രോങ് മെസ്സേജ് ടു പാകിസ്ഥാൻ. അത് പക്ഷെ പാകിസ്ഥാന് ഗംഭീരമായ, ശക്തമായൊരു സന്ദേശവും ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ കൊള്ളേണ്ടടുത്ത് മർമ്മത്ത് തന്നെ കയറി അടിച്ചിരിക്കണം. അതാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇത് കളി മാറ്റാനുള്ള നമുക്കുള്ള സുവർണ അവസരമാണ്. പാകിസ്ഥാൻ കുറേ കാലമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഭീകരരുടെ നുഴഞ്ഞുകയറ്റം. ആ ഗെയിം മൊത്തത്തിൽ മാറ്റാനുള്ള അവസരമാണ്, സുവർണ അവസരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പരിമിത കാലത്തേക്ക് മാത്രമേ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ കഴിയൂ. അതങ്ങനെയാണ് ഞാൻ പല റിപ്പോർട്ടുകളിലും കാണുന്നത്. 2-3 ദിവസത്തേക്ക് മാത്രമേ ഒരു യുദ്ധം പാകിസ്ഥാന് കൊണ്ടു നടക്കാൻ കഴിയൂ. അതിലുള്ള കോപ്പേ കയ്യിലുള്ളൂ. കയ്യിലുള്ള ആയുധം 50% പഴകിയതോ കേടുപാട് പോക്കാത്തതോ അറ്റകുറ്റപ്പണി ചെയ്യാത്തതോ ഒക്കെയാണ്. ചൈനയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആയുധങ്ങളൊക്കെ ഉപയോഗശൂന്യമായതോ ഈ കഴിവില്ലാത്തതോ പ്രാപ്തിയില്ലാത്തതോ ഗുണമില്ലാത്തതോ ഒക്കെയാണ് എന്ന് റിപ്പോർട്ടുകളിൽ കാണാം. അത് യുദ്ധക്കപ്പലുകളും ഒക്കെ അങ്ങനെ തന്നെയാണ് പാകിസ്ഥാനിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ 2-3 ദിവസത്തേക്ക് പിടിച്ചു നിൽക്കാം. അവിടെ ആഭ്യന്തര കലഹം വളരെ രൂക്ഷമാണല്ലോ, ഇന്ത്യ പോലെയൊന്നുമല്ല, പല പ്രവിശ്യകളിലുമൊക്കെ. എന്നിട്ട് അദ്ദേഹം എഴുതുകയാണ് പാകിസ്ഥാന് ധാരാളം വിഘ്നങ്ങൾ ആഭ്യന്തരമായി തന്നെ ഉണ്ട്. നീണ്ട യുദ്ധത്തിൽ പാകിസ്ഥാനെ നമ്മൾ പിടിച്ചിടണം, എന്നിട്ട് പാകിസ്ഥാനെ ക്ഷയിപ്പിക്കണം. നിഴൽ യുദ്ധം എന്നേക്കുമായും മാറ്റിക്കളയണം അവർ നടത്തുന്നത്. ഒരു നീണ്ട യുദ്ധത്തിൽ പിടിച്ചിടുക, അതിനെ സാമ്പത്തികമായി തന്നെ ക്ഷയിപ്പിക്കുക. പിന്നെ നിലനിൽപ്പ് ദാരിദ്ര്യാവസ്ഥയിലേക്ക് പോയാൽ പിന്നെ നിലനിൽപ്പില്ല. ആരും കടം കൊടുക്കാനും പോകുന്നില്ല തോറ്റ രാജ്യത്തിന്. സകല ശക്തിയും നമ്മൾ പ്രയോഗിക്കുക. അവരുടെ ടെററിസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ മൊത്തത്തിൽ തകർത്ത് കളയുക. ഭീകരരുടെ താവളങ്ങളൊക്കെ മൊത്തത്തിൽ ഉന്മൂലനം ചെയ്ത് കളയുക. LOC നിയന്ത്രണ രേഖ നമ്മുടെ ഗുണത്തിന് തക്കവണ്ണം മാറ്റുക എന്ന് പറഞ്ഞാൽ, LOCക്ക് ചുറ്റുമുള്ള പാകിസ്ഥാൻ്റെ സ്ഥലങ്ങളൊക്കെ നമ്മുടെ ദേഹക്ക് മാറ്റുക, പിടിച്ചടക്കുക, തിരിച്ചു കൊടുക്കാതിരിക്കുക. ഇപ്പം നീലം താഴ്വരയിലൊക്കെ സ്ഥലം പിടിക്കാനായിട്ട് നമുക്ക് ഉദ്ദേശമുണ്ട് എന്ന് ഞാൻ വായിച്ചു. ഉപയോഗശൂന്യമായ സ്ഥലമായിരിക്കാം, എന്നാലും പിടിക്കുക, നമ്മുടെ കയ്യിൽ വയ്ക്കുക പാകിസ്ഥാൻ്റെ സ്ഥലങ്ങൾ. ഇന്നലെ വേറൊരു പണ്ഡിതൻ, പ്രതിരോധ പണ്ഡിതൻ എഴുതിയ ലേഖനത്തിൽ അങ്ങനെയും ഞാൻ വായിച്ചു. അപ്പോൾ പീരങ്കികൾ, മിസൈലുകൾ, ഡ്രോണുകൾ ഇതൊക്കെ നിയന്ത്രണ രേഖയുടെ ചുറ്റുവട്ടത്ത് നമ്മൾ പ്രയോഗിക്കുക. എന്നിട്ട് അദ്ദേഹം എഴുതുന്നു, പാകിസ്ഥാൻ വിൽ അവോയ്ഡ് ഫുൾ സ്കെയിൽ വാർ അറ്റ് ഓൾ കോസ്റ്റ് ടു ഓബ്വിയേറ്റ് ജസ്റ്റ് അനദർ ഡിഫീറ്റ് ഗിവൺ ഇന്ത്യസ് ഡിസ്റ്റിങ്ക്റ്റ് എഡ്ജ്. ഇന്ത്യക്ക് വലിയ മുൻതൂക്കമുണ്ട്, ശക്തിയുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാൻ സർവശക്തിയും ഉപയോഗിച്ചൊരു യുദ്ധം ഒഴിവാക്കാൻ നോക്കും.
മൂന്നാം ശക്തികളെയൊക്കെ പ്രയോഗിച്ച് മധ്യസ്ഥതയ്ക്കൊക്കെ അവർ വരാൻ സാധ്യതയുണ്ട്. അവർക്ക് വേറൊരു തോൽവി എങ്ങനെയും ഒഴിവാക്കേണ്ടതുണ്ട്. മുമ്പത്തെ യുദ്ധത്തിൽ കീഴടങ്ങി പോയതാണല്ലോ 1971 ജനറൽ നിയാസി ധാക്കയിൽ കീഴടങ്ങൽ രേഖയിൽ ഒപ്പുവെച്ചിട്ട് പോയതാണ് അന്ന്. ഇനി ഒരു തോൽവി കൂടി അവർക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർ യുദ്ധം എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ ശ്രമിക്കും. അതിന് നമ്മൾ നിന്നു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇസ്രയേൽ മാത്രമാണ്. അദ്ദേഹം ലേഖനത്തിൽ പറയുകയാണ്, രക്ഷാസമിതി, ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി അതിൻ്റെ പ്രസ്താവനയിൽ വെള്ളം ചേർത്തിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ സംഘടനയുടെ പേര് പറഞ്ഞില്ല, റെസിസ്റ്റൻസ് ഫ്രണ്ട്. പഹൽഗാമിൽ ആരാണ് ആക്രമണം നടത്തിയതെന്ന് രക്ഷാസമിതി പ്രമേയത്തിൽ പറഞ്ഞില്ല. അത് ഒഴിവാക്കുന്നതിൽ പാകിസ്ഥാൻ വിജയിച്ചു. ഞാനാണ് അത് സ്ഥാനപതിയെ വിളിച്ച് പറഞ്ഞതെന്ന് അവിടുത്തെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അപ്പോൾ രക്ഷാസമിതിയുടെ പ്രസ്താവനയിൽ രക്ഷാസമിതി മറ്റേ UN സെക്രട്ടറി ജനറൽ ഹമാസിൻ്റെ കൂടെ നിന്നാടാണല്ലോ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ എന്ന് പറഞ്ഞ പോലെ ഇതിൽ പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കുകയാണ്. രക്ഷാസമിതി പ്രമേയത്തിൽ ചെയ്തത് ഏത് ഭീകര സംഘടന എന്ന് പറഞ്ഞില്ല, പഹൽഗാം എന്നുള്ള വാക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വെള്ളം ചേർത്തു. അത് ഈ ജനറൽ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അമേരിക്ക നിഷ്പക്ഷത പാലിക്കുകയാണ്. ആദ്യം ഭീകരതയെ എതിർത്തെങ്കിലും ഇപ്പം നിഷ്പക്ഷത പാലിക്കുന്നു. PL-15 എന്ന് പറഞ്ഞ ദീർഘദൂര മിസൈൽ, എയർ ടു എയർ മിസൈൽ, ആകാശത്ത് നിന്ന് ആകാശത്തേക്ക്, അതായത് ഒരു വിമാനത്തിൽ നിന്ന് വേറൊരു വിമാനത്തിനെതിരെയോ ഒരു വിമാനം തൊടുക്കുന്ന മിസൈലിനെതിരെയോ പ്രയോഗിക്കാവുന്ന PL-15 ചൈനീസ് മിസൈൽ ഇപ്പോൾ പാകിസ്ഥാന് കിട്ടിയതായി റിപ്പോർട്ട് വരുന്നുണ്ട്. പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ കയ്യിൽ തന്നെ ഉള്ള മിസൈൽ എടുത്ത് കൊടുത്തതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നമ്മുടെ റഫാൽ വിമാനത്തിനെതിരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ആ മിസൈൽ കൊടുത്തിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. തുർക്കിയും സഹായം ചെയ്തിരിക്കുന്നു. തുർക്കി സഹായിക്കുന്നുണ്ടല്ലോ. തുർക്കി ആയുധങ്ങൾ കൊടുത്ത് 27-ാം തീയതി, ഏപ്രിൽ 27-ാം തീയതി ഒരു തുർക്കിയുടെ ട്രാൻസ്പോർട്ട് വിമാനം ആയുധങ്ങളുമായിട്ട് എത്തിയതായിട്ട് റിപ്പോർട്ടുണ്ട്. അപ്പോൾ തുർക്കി ബെറാക്ടർ ഡ്രോണുകൾ കൊടുത്തിട്ടുണ്ട്. ഉക്രൈനിൽ നന്നായി സേവനം ചെയ്ത ഡ്രോണുകളാണ്. പിന്നെ കെമാൻ കേസ് ക്രൂസ് മിസൈൽ തുർക്കി കൊടുത്തതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അത് കപ്പലുകൾക്കെതിരെയുള്ള മിസൈലാണ് അത്. പിന്നെ കോർവെറ്റ്സ് യുദ്ധക്കപ്പലുകൾ കൊടുത്തിട്ടുണ്ട് തുർക്കിയുടെ C-130 ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റാണ് ആയുധങ്ങളുമായി ഏപ്രിൽ 27-ാം തീയതി പാകിസ്ഥാനിൽ എത്തിയതായിട്ട് റിപ്പോർട്ടുകളുള്ളത്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിലും ഉണ്ട്, ഇത്രയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കൊരു സുവർണാവസരം കിട്ടിയിരിക്കുകയാണ്, നമ്മൾ ആഞ്ഞടിക്കുക, നീണ്ടൊരു യുദ്ധത്തിന് പോവുക എന്നുള്ളതാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത്. സർ, പക്ഷേ അതിൻ്റെ അകത്തൊരു പ്രശ്നമില്ലേ? അതായത് രണ്ടും പഴയതുപോലെ ഒരു കൺവെൻഷണൽ വാർഫെയറിൽ നമുക്ക് നിൽക്കാൻ കഴിയില്ല. രണ്ടുപേരും ന്യൂക്ലിയർ എനർജിയാണ്, രണ്ടുപേർക്കും ന്യൂക്ലിയർ വെപ്പണുകളുണ്ട്. പാകിസ്ഥാൻ നാഴികയ്ക്ക് 40 വട്ടം പറയുന്നുണ്ട് ഞങ്ങൾ ന്യൂക്ലിയർ വെപ്പൺ പ്രയോഗിക്കുമെന്ന്. അതായത് അവരുടെ മുൻ വിദേശകാര്യമന്ത്രി, അവരുടെ ഇപ്പോഴത്തെ പ്രതിരോധ മന്ത്രി, അവരുടെ മറ്റ് മന്ത്രിമാർ, വാർത്താവിനിമയ മന്ത്രി അടക്കം പറയുകയാണ് ഞങ്ങളുടെ 130 ആണവായുധങ്ങളുണ്ടെന്ന്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമായിരിക്കില്ലേ? അതവർ മുമ്പും പറയുന്നതാണല്ലോ. അവർക്ക് 1972 മുതൽ അവർ ആണവായുധം പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ പൊക്രാനിൽ പരീക്ഷണം നടത്തി ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അവർ പരീക്ഷണം നടത്തിയത്, ആണവ വിസ്ഫോടനമൊക്കെ നടത്തിയത്. പക്ഷേ ഈ ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യം സാധാരണഗതിയിൽ വല്ലാത്തൊരു ഗതികേടെത്തുമ്പോൾ ആളുകൾ വേറെ ശത്രുവിനെ കൊല്ലുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നല്ലാതെ ലോകത്ത് ഇപ്പോൾ പുട്ടിൻ പറയാറുണ്ട് ഞങ്ങളുടെ കയ്യിലാണ് ബോംബുണ്ട് എന്ന് പറഞ്ഞിട്ട്. വേറെ രാജ്യങ്ങളും ഉണ്ടല്ലോ. യുക്രൈനെ ആ സമയത്ത് നാറ്റോ രാജ്യങ്ങളൊക്കെ നോക്കിയിരിക്കില്ലല്ലോ. ലോകത്തൊരു രാജ്യവും ഈ ആണവ ബോംബ് പ്രയോഗിക്കാനുള്ള സാഹചര്യം ലോകത്തില്ല. അങ്ങനെ ഒരു സംഭവം നടക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ രാജ്യം ഒറ്റപ്പെടും എന്നുള്ളതാണ്. പിന്നെ ഇന്ത്യയും
37 കൊല്ലമായിട്ട് എല്ലാ ജനുവരി 1-ാം തീയതിയും ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം കരാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ആണവായുധം പ്രയോഗിക്കില്ല എന്നുള്ള കരാറ് രണ്ട് രാജ്യങ്ങളും ഒപ്പുവെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒപ്പുവെച്ചിട്ട് എല്ലാ കൊല്ലവും ജനുവരി 1-ാം തീയതി രണ്ട് രാജ്യങ്ങളുടെയും ആണവ പ്ലാന്റുകൾ, നിലയങ്ങൾ ഒക്കെ എവിടെയൊക്കെയാണെന്നുള്ള വിവരം കൈമാറാറുണ്ട് എല്ലാ ജനുവരിയും. 37 കൊല്ലമായിട്ട് രണ്ട് രാജ്യങ്ങളും അത് ചെയ്യുന്നുണ്ട്. രണ്ട് രാജ്യങ്ങളും തമ്മിൽ നമ്മൾ പല കരാറുകളെ പറ്റി ഇപ്പോൾ പറയാറുണ്ടല്ലോ, വെടിനിർത്തൽ കരാർ, LOC. ഇതിനെപ്പറ്റി ആളുകൾക്ക് വലിയ ധാരണയില്ലാഞ്ഞിട്ടാണ്. രണ്ട് രാജ്യങ്ങളും തമ്മിൽ ആണവായുധങ്ങൾ പരസ്പരം പ്രയോഗിക്കില്ല എന്ന് കരാറുണ്ട്. അത് ലംഘിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ വിവരമറിയും. കാരണം അത് ആഗോള തലത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നൊരു കരാറാണ്. രാജ്യാന്തര ആണവ ഏജൻസിയൊക്കെ ഉണ്ട്. അവർ പല സ്ഥലത്തും പോയി പരിശോധനയൊക്കെ നടത്താറുണ്ടല്ലോ. ഇറാൻ പരിശോധനയ്ക്ക് പലപ്പോഴും അനുവദിക്കാറില്ല. പാകിസ്ഥാനും ചില സ്ഥലത്ത് പരിശോധനയ്ക്കൊന്നും അനുവദിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനൊരു കരാറ് ആ സമയത്ത് അത് ലംഘിച്ചു എന്ന് വരും. ലംഘിച്ചു കഴിയുമ്പോൾ ഈ രാജ്യം ഒറ്റപ്പെടും ലോകത്ത്. അതിന് അവർ എന്തായാലും നിലനിൽക്കില്ല. മാത്രമല്ല, നമ്മൾ തന്നെ ഇപ്പോൾ അവർ ലാഹോറിൽ ചെയ്തിരിക്കുന്നത് ഹാഫിസ് സയ്യിദിനെ ജനവാസ കേന്ദ്രത്തിൽ കൊണ്ടുപോയി പാർപ്പിച്ചിരിക്കുക എന്നുള്ളതാണ്. പഹൽഗാമിലെ ആക്രമണത്തിൻ്റെ സൂത്രധാരനാണ്. ജനവാസ കേന്ദ്രത്തിൽ പാർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സാധാരണ ജനങ്ങളെ ടാർഗറ്റ് ചെയ്യാൻ പാടില്ലല്ലോ. ആണവ ബോംബ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഭീകരമല്ലേ. അതെവിടെ പ്രയോഗിച്ചാലും സ്ത്രീകൾ, കുട്ടികൾ, സാധാരണ മനുഷ്യരൊക്കെ മരിച്ചു പോവും, ഒറ്റപ്പെടും. അങ്ങനെ ഒരു രാജ്യവും സാധാരണഗതിയിൽ എടുത്തു ചാടാറില്ല. അങ്ങനെ ഒരു പ്രയോഗവും ആരും നടത്തിയിട്ടുമില്ല, അല്ലേ? അതെ അതെ. നമ്മൾ 2ാം ലോക കാലത്ത് അമേരിക്ക ചെയ്തതിന് ശേഷം ഇതിനെപ്പറ്റിയൊക്കെ ബോധമുണ്ട്, ഒറ്റപ്പെടുക എന്നുള്ളത്. ഇത് അവരുടെ കയ്യിൽ അതുമാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പേടിച്ചരണ്ടിട്ട് ഗതികേട് കൊണ്ട് പറയുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു നിരാക്രമണ കരാർ രണ്ട് രാജ്യങ്ങളും തമ്മിലുണ്ട്. അത് ലംഘിക്കാൻ പറ്റില്ല. ഇതാണ് വാസ്തവം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.